പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും ഈ ദൈവ ശബ്ദവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ, നിങ്ങളുടെ അടുക്കിലേക്ക് ദൈവ ശബ്ദത്തെ എത്തിക്കുക, സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ കേൾക്കുന്ന ഈ ദൈവ വചനം, ഈ ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൽ ആശ്രയിച്ച് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഏറെ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. എല്ലാ ദിവസങ്ങളും നമ്മുടെ ഈ ഒരു പ്രഭാതത്തിലെ പ്രാർത്ഥനയും ഒരു ചെറിയ ദൈവിക ആലോചനയും നിങ്ങളുടെ ജീവിതത്തിന് അതേറെ അനുഗ്രഹത്തിന് കാരണമായി തീരും. അതിന് ഒരു സംശയവുമില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെയും അതുപോലെ തന്നെ പ്രഭാതവന്ദനത്തെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകുക. പ്രത്യേകം ഞങ്ങളുടെ രാജാക്കാട് GGM വർഷിപ്പ് സെൻ്ററിൻ്റെ കീഴിലുള്ള എല്ലാ വിശ്വാസ കുടുംബങ്ങളെയും ഓർത്ത് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് നിങ്ങളെല്ലാവരെയും കാത്ത് സൂക്ഷിച്ച് പരിപാലിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിലെ ഒരു ചിന്തയ്ക്കായി ഞാനൊരു വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 145 അധ്യായം അതിൻ്റെ 14 വാക്യത്തിൽ ഇവിടെ നമുക്ക് ഇപ്രകാരം ഒരു വാക്യം വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് 145 സങ്കീർത്തനം. ദാവീദ് പറഞ്ഞു, വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും അവൻ നിവർത്തുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു, വീഴുന്നവരെ യഹോവ താങ്ങുന്നു. അപ്പോൾ കർത്താവിനെ നമ്മെ താങ്ങുവാൻ കഴിയും. ആമേൻ. ഏത് സാഹചര്യങ്ങളുടെ നടുവിലായിരുന്നാലും വീണു പോകുന്നവനെ താങ്ങാൻ കർത്താവിന് കഴിയും. ആമേൻ. ഹല്ലേലൂയ. പലപ്പോഴും പല പ്രതിസന്ധികളിലും പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നത് ഇതിനകത്ത് നമ്മൾ വീഴുന്നതല്ല, പലരും പല പ്രതിസന്ധികളകത്ത് ചാടുന്നത്. ഹല്ലേലൂയ. നമ്മൾ അറിയാതെ വീണാൽ നമുക്ക് മനസ്സിലായി, വീഴുന്നവരും ചാടുന്നവരും ഇത് രണ്ട് വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. വീഴുന്നവരെ യഹോവ താങ്ങും, പക്ഷെ ചാടുന്നവരെ കർത്താവ് താങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തായി വീഴുന്നവരും ചാടുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾക്കറിയാമോ? വീഴുന്നവരെ നമ്മുടെ ജീവിതത്തിനകത്ത്, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു അത്യാവശ്യ ഒരു കാര്യം, അതായത് ഒരു ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വന്നു, അതിനുവേണ്ടി നമുക്കൊരു 500 രൂപ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു 500 രൂപയ്ക്ക് വേണ്ടി നമ്മൾ ആരോടെങ്കിലും ഒരു കടം മേടിച്ചു. ഇത് നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് അത്യാവശ്യമായി വന്ന ഒരു കടമാണ്. എന്നാൽ ഇത് കൂടാതെ നമ്മൾ പലപ്പോഴും നമ്മുടെ നമ്മുടെ അനാവശ്യ ചെലവുകൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും പലതും മറ്റുള്ളവരോട് കടം വാങ്ങരുത്. നമ്മുടെ കയ്യിലില്ലാത്തതിനെ മറ്റുള്ളവരിൽ നിന്ന് കടം മേടിച്ച് നമ്മുടെ ചില ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും എനിക്കറിയാം, ഒത്തിരി പ്രിയപ്പെട്ടവരെ എനിക്കറിയാം, കയ്യിലില്ലാത്തതിന് മറ്റുള്ളവരോട് കടം മേടിച്ച് അവർ ചിലവിടാറുണ്ട്. ഇത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്തെ കടബാധ്യതയെ അത് കൂട്ടുവാനിടയായിത്തീരും. പ്രൈസ്. അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു അകത്തുള്ള ഒരു സാമ്പത്തിക ഭദ്രതയെ കെടുത്തുന്ന ഒരു കടബാധ്യതയിലേക്ക് ആ വ്യക്തി വ്യക്തിയെ വീഴുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു, ഇങ്ങനെയുള്ളവരെ അല്ലെങ്കിൽ അവരെ കർത്താവ് താങ്ങാമെന്നല്ല പറയുന്നത്. കർത്താവ് പറയുന്നത്, സ്വാഭാവികമായിട്ട് നമ്മൾ അറിയാതെ കാൽ തട്ടി വീണാൽ വരുന്നത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് കാശ് ആവശ്യമാണ്. അത് നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ. അത് നമ്മുടെ ആരോടെങ്കിലും കടം മേടിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് പൈസ ആവശ്യമാണ്. അപ്പോൾ ഇത് നമ്മൾ എവിടെ നിന്നെങ്കിലും ഒപ്പിച്ച വഴി, ഇത് നമ്മളറിയാതെ വരുന്നതാണ്.
പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് വന്നാലോ അവിടെ നമുക്കുള്ള കർത്താവ് നമ്മെ സഹായിക്കാൻ വരും എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവമക്കൾ ഓർക്കുക, വീഴാതെ നമ്മൾ ചാടാതെ ഇരിക്കുക. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിലില്ലാത്തതിനെ മറ്റുള്ളവരോട് വാങ്ങിച്ച് നമ്മൾ അനാവശ്യമായി ചിലവാക്കുകയോ അനാവശ്യമായി മറ്റൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുകയോ ചെയ്യാതിരിക്കുക. സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന ബാധ്യതകളും അതുപോലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ അതിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ യഹോവ നമ്മെ താങ്ങുവാനിടയായിത്തീരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. പലപ്പോഴും നമ്മളറിയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും ഈ ഒരു ബാധ്യത പലപ്പോഴും കടന്നു വരും. നമ്മൾ ചിന്തിക്കാത്ത ബാധ്യതകൾ, നമ്മൾക്കൊണ്ട് താങ്ങാൻ കഴിയാത്ത ബാധ്യതകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്നത് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മെ ദൈവം ആക്കി വച്ചിരിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അതിനകത്ത് കർത്താവിന് നമ്മെ നടത്താൻ നല്ലതുപോലെ അറിയാം. അതിനകത്ത് നമ്മൾ എവിടെ വീണു പോയാലും ദൈവം അവിടെ നിന്ന് നമ്മെ താങ്ങുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ നമ്മെക്കൊണ്ട് കഴിയാത്തതും നമ്മെക്കൊണ്ട് താങ്ങാത്തതുമായ പ്രശ്നങ്ങളുടെ അകത്ത് നമ്മൾ മനഃപൂർവ്വമായി ചാടാതിരിക്കുക. ഇന്ന് പകൽക്കാലം ഈ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് ഏറ്റെടുക്കുക. നമ്മൾ ആരെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ പോലെ നമ്മൾ ജീവിക്കുവാനല്ല, നമ്മെക്കൊണ്ട് കഴിയുന്നത് പോലെ കർത്താവ് നമ്മെ നടത്തുന്നത് പോലെ ജീവിക്കുക. സാഹചര്യങ്ങളുടെ നടുവിൽ തകർന്നു പോകുന്നവനെ ദൈവം ഇറങ്ങി വന്ന് താങ്ങാനിടയായിത്തീരും. പ്രൈസ് ഓൺ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ അതിന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ വീണുപോയി അങ്ങനെ ആരെങ്കിലും ലജ്ജിച്ച് തലകുനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അറിയാതെ വീണ് കുനിഞ്ഞിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വചനം പറയുന്നു, ദൈവം അവരെ നിവർത്തുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അറിയാതെ വീണ് നീ കുനിഞ്ഞു പോയിട്ടുണ്ടോ? ഇന്ന് രാവിലെ ദൈവം നിൻ്റെ തലയെ നിവർത്തും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ആരൊക്കെ നിന്നെ തള്ളി ചവിട്ടി താഴെ ഇട്ടാലും നിൻ്റെ തല നിവർത്തുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നുവോ, ഇന്ന് പകൽക്കാലം ഈ പ്രഭാത സമയത്തിൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നിൻ്റെ തലയെ നിവർത്തും. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ തലയെ നിവർത്തും. അതിന് യാതൊരു സംശയവുമില്ല. അറിയാതെയാണ് വീണുപോയി നീ കുനിഞ്ഞിരിക്കുന്ന നിൻ്റെ തല നിവർത്തുവാൻ കഴിയാത്ത അവസ്ഥകളിലാണെങ്കിൽ, കടബാധ്യതകളുടെ നടുവിലാണോ, രോഗത്തിൻ്റെ നടുവിലാണോ, കഷ്ടതകളുടെ നടുവിലാണോ, നിരാശകളുടെ നടുവിലാണോ, പ്രതിസന്ധികളുടെ നടുവിലാണോ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ആത്മാവിൽ കൈമാറാം. കുനിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ദൈവം നിങ്ങളെ നിവർത്തും. ഹല്ലേലൂയ. അറിയാതെ വീണ് നീ തകർന്ന് നിവരുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളോട് കൈമാറാം. ദൈവം നിങ്ങളെ നിവർത്തുവാനിടയായിത്തീരും. ഈ സങ്കീർത്തന വേദഭാഗങ്ങൾ ദാവീദ് നമ്മോട് തൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുക. ദാവീദിനറിയാം, എൻ്റെ ദൈവം ഞാൻ എല്ലാവരുടെ മുമ്പിൽ കുനിഞ്ഞിരുന്നപ്പോൾ, ഞാൻ എല്ലാവരുടെ മുമ്പിൽ തല താഴ്ത്തി നടക്കേണ്ടി വന്നപ്പോൾ അതിനകത്ത് നിന്ന് എൻ്റെ തലയെ നിവർത്തിയത് എൻ്റെ സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. കുടുംബത്തിൽ മറ്റാർക്കും ലഭിക്കാതിരുന്ന നന്മകൾ, കുടുംബത്തിൽ മറ്റാർക്കും അവകാശം പറയുവാൻ കഴിയാതിരുന്ന നന്മകൾ, കുടുംബത്തിലെ തൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് കടന്നു വരാതെ ഒരു രാജസിംഹാസനം ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ഒരുക്കി വച്ച് അവന് വേണ്ടി കാത്തിരുന്ന ദൈവം അവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തതുപോലെ ഇന്നു രാവിലെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി കൈമാറുവാൻ എൻ്റെ സ്വർഗത്തിൽ ദൈവം ചിലത് ഒരുക്കി വച്ച് അവൻ കാത്തിരിക്കുന്നുണ്ട്. വീണു പോയവനെ, തകർന്നു പോയവനെ
കരം പിടിച്ച് അവൻ്റെ തലയെ നിവർത്തി ദേശത്തിനകത്തൊരു അനുഗ്രഹമായി നിർത്തുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു നിമിഷം എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. നല്ല നന്മകളാൽ ദൈവം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കൾക്ക് ഒരു നന്മയ്ക്കും ദൈവം മുടക്കം വരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തോടെ, ഭാരത്തോടെ, നിരാശകളോടെ, കണ്ണുനീരുകളോടുകൂടെ ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ദൈവം അവരുടെ തലയെ നിവർത്തണം. വീണുപോയ, കുനിഞ്ഞുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അവരെ താങ്ങി അവരുടെ തലയെ കർത്താവ് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിൻ്റെ നടുവിൽ കർത്താവ് മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ഉപജീവന മാർഗ്ഗങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ദൈവം ഇന്ന് രാവിലെ ഉപജീവനത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബലഹീനതകൾ അനുഭവിക്കുന്ന ആരെങ്കിലും അവരുടെ രോഗബലഹീനതകൾ മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങളുടെ ഭാരങ്ങൾ മാറിപ്പോകട്ടെ. പഠിക്കാൻ ആവശ്യമായിരിക്കുന്ന ബുദ്ധികളെ കർത്താവ് തലമുറകളുടെ മേൽ കൈമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിലെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് മദ്യപാനത്തിനും അതുപോലെ മയക്കുമരുന്നിനുമൊക്കെ കർത്താവ് അടിമപ്പെട്ട് കഴിയുന്ന പ്രിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ പ്രിയ സഹോദരങ്ങൾക്ക് ഒരു മാനസാന്തരത്തെ കർത്താവ് കൊടുക്കണമേ. ദേശത്തിൻ്റെ നടുവിൽ കുനിഞ്ഞ് വീണു പോകുവാനല്ല, തല ഉയർത്തി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കൂട്ടം പ്രിയപ്പെട്ടവർ കർത്താവ്, ഒരു കൂട്ടം അവൻ ആത്മാക്കൾ ഈ ദിവസങ്ങൾ കർത്താവ് സന്തോഷത്തോടുകൂടെ എഴുന്നേൽക്കട്ടെ. ദൈവ സാന്നിധ്യം കൂടെ എൻ്റെ യേശു എൻ്റെ തലയെ ഉയർത്തി എന്ന് പറയുവാൻ ദൈവത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ എല്ലാ പ്രിയപ്പെട്ടവരുടെ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. അമേൻ, അമേൻ, അമേൻ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഈ ശബ്ദം കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചവരല്ല കർത്താവ് നന്ദി പറയുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ വീണ്ടും നമ്മൾ ഒരുമിച്ച് ഈ ദൈവശബ്ദത്തിൽ ഒരുമിച്ച് നമുക്ക് കാതുകോർക്കാം. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.